വെൽക്കം ബാക്ക് ടു ചാനൽ എർത്ത് ആൻഡ് ദിസ് ഇസ് അഷിത. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും എൻ്റെ ക്യാമറമാൻ എൻ്റെ കൂടെ ഇല്ല. ഷീ വെൻ ബാക്ക് ടു ഹെർ കോളേജ്. അപ്പം ഈ വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു സ്റ്റാൻഡൊക്കെ പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയായൊന്നും വരത്തില്ല. ഷീ വാസ് ഹെൽപ്പിംഗ് മീ എ ലോട്ട് ഇൻ ഡൂയിങ് ദാറ്റ്. അപ്പം ഐ മിസ് യു പുന്നു. അപ്പം എൻ്റെ അനിയത്തിയാണ് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ക്യാമറ ആയിട്ട്. ഇന്ന് ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഫോൺ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് കുക്കിംഗ് മെത്തേഡ് എന്നൊക്കെ ഒന്ന് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ നമ്മൾ അത്തമ്പത്ത് രുചി എന്നുള്ള പേരിൽ നമ്മളൊരു 10 ഡിഷസ് വെജിറ്റേറിയൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ ഡിഷും ഇട്ടിട്ടുണ്ട്. ഒരു ഡിഷ് ചിക്കൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പി കാണാം, കുക്കിംഗ് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരു 2 kg മട്ടണാണ് പീസാക്കി വൃത്തിയാക്കി വെച്ചേക്കാണ്. 4 തക്കാളി പീസസ് ആക്കിയത്, കുഞ്ഞുള്ളി ഒരു 250 ഗ്രാംസ് വേണം. പിന്നെ ഇത് സബോള 10 എണ്ണം അരിഞ്ഞ് വെച്ചേക്കാണ്. മീറ്റ് മസാല, ഗരം മസാല, പെപ്പർ പൗഡർ, 3 വെളുത്തുള്ളി, ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കാഷ്യൂ നട്ട്സ് നമ്മൾ പേസ്റ്റ് ആക്കാനായിട്ട്. ഗ്രാമ്പൂ, പുതിന, ബേ ലീവ്സ്, തക്കോലം, ബേ ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2 പച്ചമുളക് കീറിയത്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു കുക്കറിലേക്ക് മട്ടൻ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഉപ്പ് ആസ് പെർ ടേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യണം. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുകയാണ്. ഒത്തിരി ആഡ് ചെയ്യേണ്ട, ഒരു കയ്പ്പ് പോലെ വരും. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യത്തുള്ളൂ. എനിക്ക് മല്ലിപ്പൊടി ഇടുന്നത് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ആഡ് ചെയ്യണ്ട, ഇത് മുങ്ങുന്ന രീതിയിൽ വേണ്ട, 1 കപ്പ് വെള്ളം മാത്രം മതി. 2-3 വിസിൽ മതിയാവും വേവാനായിട്ട്. നമുക്ക് അതിന് ശേഷം വെന്തോന്ന് നോക്കാം. ഇനി നമ്മളൊരു ഉരുളിക്കകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ചെറിയതായിട്ട് എടുത്ത് അല്ലികൾ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. 250 ഗ്രാം കുഞ്ഞുള്ളിയാണ്, കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് സബോള ആഡ് ചെയ്യുന്ന, കുഞ്ഞുള്ളി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴേക്ക് വേണം സബോള ആഡ് ചെയ്യാനായിട്ട്. സബോളയും കുഞ്ഞുള്ളിയും നല്ലപോലെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് സെയിം ടൈമിൽ. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും സബോളയും എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് മസാല, മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സബോള ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഒന്നുകൂടി വേവിക്കാൻ വെക്കും. ഗരം മസാലയും കൂടി ആഡ് ചെയ്തു, കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്തു. ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തു. എന്നിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവാം. റോസ്റ്റ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ മീറ്റും കുക്കറിൽ 1 വിസിൽ അടിച്ചതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക്
കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂ പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ മട്ടൻ കറി ഉണ്ടാക്കാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് കഴിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. അപ്പൊ എല്ലാവരും മട്ടൻ വാങ്ങുക, ഉണ്ടാക്കുക, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് കമന്റ് ചെയ്ത് പറയുക, എന്നെ അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ഇത്രേ ഉള്ളൂ സംസാരിക്കാനായിട്ട്. ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് അഷിത സേയിങ് ബൈ ഫ്രം അവർ ചാനൽ എർത്ത്. അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ കസിനും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് മുമ്പ് ഒരുപാട് എഫേർട്ട് എടുത്ത് കുറച്ച് വീഡിയോസ് ആ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, അവർ തന്നെ ഡയറക്റ്റ് ചെയ്തു, എല്ലാം അവർ അതായത് ഡബിങ് എനിക്ക് തോന്നുന്നു അവർ ചെയ്യുന്നില്ല, ലൈക്ക് അപ്പം തന്നെ റെക്കോർഡ് ചെയ്യാണ്. സോ ഒരു യൂട്യൂബ് ചാനലിലുണ്ട്, ഐ ലവ് മീഡിയ എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അവരുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങളെല്ലാവരും ആ ചാനലൊന്ന് കയറി കാണണം. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തും അതുപോലെ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ആയിട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. സോ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.